മറുപടി പറയണത് തന്നെ അലമ്പാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ അറ്റൻഡൻസ് ബുക്കൊന്നും ഇല്ലല്ലോ പറയാനായിട്ട്. പിന്നെ ഞാൻ എൻ്റെ കക്ഷിയുടെ കേസാണ് നടത്തുന്നത്. ഞാൻ എത്ര ദിവസം അവിടെ വരണം എന്ന് പറയേണ്ട കാര്യമൊന്നും കോടതിക്കില്ല. കോടതി ഒരു വൈരനിരാധന ബുദ്ധിയിൽ എന്നെ കാണുകയും കഴിഞ്ഞ ഒരു 8-ാം തീയതി മുതൽ ദിലീപിൻ്റെ ആളുകൾ മുഴുവൻ നിരവധി യൂട്യൂബ് ചാനലുകൾ വഴി എനിക്ക് കേസ് നടത്താൻ അറിയാത്ത ആളാണെന്നും കേസിന് വരില്ല എന്നും കേസിന് പോകില്ല എന്നൊക്കെ പറഞ്ഞുള്ള വലിയ രീതിയിൽ അപകീർത്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാനിത് കാണുന്നത്. ഒരിക്കലും ഒരു കോടതി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം. അത്തരത്തിൽ കോടതിയിൽ ഹാജരാകാതിരുന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടാണ്. എത്രയോ ദിവസങ്ങളാണ്. കാരണം എനിക്കൊരു റോളില്ലാത്തൊരു കാര്യമാണ്. കാരണം ഒരു വിക്ടിം ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസിൽ ട്രയലിൽ പ്രത്യേകിച്ച് നമുക്ക് അവിടെ വെറുതെ ഇരിക്കാനേ പറ്റുള്ളൂ. കോടതിയിൽ ഒന്നും ചോദിക്കാനുള്ള ലീഗൽ റൈറ്റ് നമുക്കില്ല. പിന്നെ കോടതി പെർമിറ്റ് ചെയ്താൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ആ ജഡ്ജി ഞാനല്ല ആദ്യം വക്കാലത്തെടുത്തത്, സഞ്ജയ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റായിരുന്നു. ആ സഞ്ജയ് എന്തോ പറയാൻ എഴുന്നേറ്റപ്പോൾ തന്നെ കോടതി പറഞ്ഞു ഇവിടെ ഒരു അക്ഷരം മിണ്ടരുന്ന് പറഞ്ഞു. ഈ കോടതി തന്നെ, മനസ്സിലായ? അതിന് പിന്നെ നമ്മൾ അവിടെ പിന്നെ പോയി നാണം കെടാൻ നിൽക്കണില്ല. പക്ഷെ ഞാനവിടെ എല്ലാ സമയത്തും കോടതിയിലിരിക്കുന്നു, ട്രയലിലിരിക്കുന്നു, പ്രോസിക്യൂട്ടർ അവിടെ കേസ് നടത്തുന്നു, മറ്റ് വക്കീലന്മാരവിടെ കേസ് നടത്തുന്നു. അവരതൊക്കെ പറയണത് കേൾക്കുകയും നോട്ട് ചെയ്തെടുക്കുകയും. എൻ്റെ നോട്ട് ബുക്ക് ഉണ്ട്, എല്ലാ ദിവസവും പോയിട്ട് ഡേറ്റ് ഇട്ട നോട്ട് ബുക്ക് ഉണ്ട്, മനസ്സിലായ? 200 പേജിൻ്റെ നോട്ട് ബുക്കിൽ ഓരോ ഡേറ്റിലും ഞാനിങ്ങനെ എഴുതിയെടുക്കുന്ന നോട്ട് ബുക്ക് ഉണ്ട് തന്നെ. ആ നോട്ട് ബുക്കിലുണ്ട്. പിന്നെ എനിക്കിത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, മനസ്സിലായ? കോടതിനെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എൻ്റെ കക്ഷി അവർക്ക് വിശ്വാസം ഉണ്ടല്ലോ, അത് മതി.